ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ 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 ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് നേടിയെടുക്കാന്നൊക്കെ പറയില്ലേ. ഞാനങ്ങനെ ഒരു പല ദൈവവിശ്വാസിയല്ല, ഒരു ഏകദൈവ വിശ്വാസിയാണ്. അത് കർത്താവെന്നൊന്നുമില്ല, അത് ഒരു ആ ഒരു ശക്തി ഉണ്ടല്ലോ നമ്മൾ വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആൾ. പക്ഷെ ഇവിടെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അതെല്ലാം എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെ എല്ലാം വലിച്ചു വരച്ചിരിക്കുന്ന ആളല്ല. ഇന്നേ വരെ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടുള്ളതൊക്കെ എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആകുമ്പോഴാണ്. പക്ഷെ അതൊക്കെ എന്താ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തിന് വിട്ടു കൊടുക്കുന്നതാണോ അതോ ഇവിടെ കൊടുക്കുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ ഇവിടെ എന്തൊരു ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ തിരി കത്തിക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് 10 തിരി കൊടുക്കുന്നതാണ്. ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് അവിലാസരം എന്ന് പറയും. ഞാൻ ഇവിടെ മാത്രമേ ഞാൻ ഓവറായിട്ട് വരില്ലുള്ളൂ. സ്വന്തം ചർച്ചിൽ പോലും ഞാൻ പോകത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അത് ദൈവത്തോടാണോ എന്തിനോടാണോന്ന് അറിയില്ല. എനിക്ക് എന്തോ ഒരുതരം വിശ്വാസമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അറിയില്ലേ, ഞാൻ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്, ഞാൻ നേർന്നിട്ടുള്ളത് അതേപടി പറ്റില്ലാന്ന് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതും പലതവണ. അതിപ്പോൾ ഇതിപ്പോൾ പുറമ്പാകത്താണ്. ഞാൻ തിരി കത്തിച്ചിട്ട് ഞാൻ പോവാണ്. ഞാൻ ജോലി കിട്ടി, നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ആ ജോലി കിട്ടിയതിനെ തുടർന്നാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഇനി അങ്ങോട്ടുള്ള ലൈഫും നന്നായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ, ബൈ. അപ്പൊ ആദ്യ ദിവസം തന്നെ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് തിരി കത്തിച്ചിട്ട് പോകണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ കത്തിച്ചിട്ടാണ് പോകുന്നത്. ഷാർപ്പ് 10 മണിക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ ഇവിടെ. ഓക്കെ, ഫൈൻ. നമ്മളങ്ങനെ ജോലിക്ക് കയറാനുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ എടുക്കാനായിട്ടില്ല, കുറച്ച് സാങ്കേതിക തിരക്കുകൾ മൂലം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.